തിരുവനന്തപുരം വെള്ളറടയിൽ വീട്ടമ്മയെ കൊന്നു കുഴിച്ചുമൂടിയ അയൽവാസി. വെള്ളറട മാവുവിള സ്വദേശി പ്രിയംവതിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി വിനോദിനെ പോലീസ് ചോദ്യം ചെയ്തു. വിനോദും പ്രിയംവതിയും തമ്മിലുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഈ മാസം 12-ാം തീയതിയാണ് പ്രിയംവതയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ബന്ധുക്കൾ വെള്ളറട പോലീസിൽ പരാതി നൽകിയത്. പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണമാണ് ക്രൂരമായ കൊലപാതകം കണ്ടെത്തുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. സൈബർ സെല്ലിന്റെ പരിശോധനയിൽ യുവതിയുടെ അവസാനത്തെ ലൊക്കേഷൻ കാണിച്ചത് മാവുവിള ഭാഗത്തായിരുന്നു. ഈ പരിശോധന നടക്കുന്നതിനിടയിലാണ് വിനോദിന്റെ വീട്ടിൽ നിന്ന് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്ന ചില വിവരങ്ങൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പ്രതി വിനോദിന്റെ വീടിനുള്ളിലെ ഒരു മുറിക്കുള്ളിൽ നിന്ന് ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്ന് മൂത്ത മകൾ മുറിയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ചാക്കിനുള്ളിൽ ഒരു കാല് കാണുന്നത്. കുട്ടി ഇക്കാര്യം മുത്തശ്ശിയോട് പറയുകയും മുത്തശ്ശി പള്ളി വികാരിയോട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ പള്ളി വികാരി വെള്ളറട പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് പരിശോധനയ്ക്കായി വീട്ടിലേക്ക് എത്തുമ്പോൾ വീട് മുഴുവൻ വെള്ളമൊഴിച്ച് കഴുകുകയായിരുന്നു വിനോദും സഹോദരൻ സന്തോഷും. പിന്നീട് വിനോദിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രിയംവതയെ കൊന്നു കുഴിച്ചുമൂടി എന്ന കാര്യം പോലീസിനോട് തുറന്നു സമ്മതിച്ചത്. എന്നാൽ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്നാണ് സഹോദരൻ സന്തോഷ് പോലീസിനോട് പറഞ്ഞത്. 12-ാം തീയതി യുവതിയുമായി ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്ന് പ്രതി വിനോദ് പോലീസിന് മൊഴി നൽകി. വാക്കുതർക്കത്തിനിടെ പ്രതി വിനോദ് പ്രിയംവതയുടെ മുഖത്തടിച്ചു. പിന്നാലെ ബോധരഹിതയായി നിലത്തുവീണ പ്രിയംവതയെ പ്രതി വീടിനുള്ളിലെത്തിച്ചു. വീണ്ടും ബോധം വന്ന് പ്രിയംവത ബഹളം വെച്ചതോടെ പ്രതി ബലമായി വാ പൊത്തിപ്പിടിക്കുകയായിരുന്നു. ശ്വാസം നിലച്ചെന്ന് മനസ്സിലാക്കിയതോടെ മൃതദേഹം കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു. ഇന്നലെ പുലർച്ചെയാണ് പ്രിയംവതയുടെ മൃതദേഹം വീടിന് പുറകിൽ കുഴിച്ചിട്ടതെന്ന് വിനോദ് മൊഴി നൽകി. എന്നാൽ പ്രിയംവതയും വിനോദും തമ്മിൽ അതിർത്തി തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം പരിഹരിച്ചിരുന്നു എന്നാണ് പ്രിയംവതയുടെ കുടുംബം പറയുന്നത്. സ്ഥിരം മദ്യപാനിയായ വിനോദ് കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന പ്രിയംവതയെ മുൻപ് ശല്യപ്പെടുത്തിയിരുന്നുവെന്നും പ്രിയംവതയുടെ ബന്ധു പറഞ്ഞു. അതിർത്തി തർക്കം നേരത്തെ ഉണ്ടായിരുന്നു, അതൊക്കെ സോൾവ് ആക്കി. ഈ ഒരു പ്ലാവിൻ്റെ പേരിൽ ഒരു മാസത്തിന് മുമ്പേ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഇളയം അവിടെ ഇങ്ങനെ തീയിടുമായിരുന്നു. ഇവിടുത്തെ ചവറെല്ലാം കൂട്ടിയിട്ട് തീയിട്ട് അതിൻ്റെ പുക ചീമപ്ലാവ് ചക്ക കാഴ്ച നിന്നപ്പോഴത്തേക്കും അത് നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വാക്ക് തർക്കമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അങ്ങനെ ഇത്രയും ക്രൂരത ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. യുവതിയെ കാണാതായതു മുതൽ പലതവണയായി പ്രിയംവത തിരിച്ചെത്തിയോ എന്ന് പ്രതി അന്വേഷിക്കാറുണ്ടായിരുന്നുവെന്നും ബന്ധു പറയുന്നു. സംഭവത്തിൽ വിനോദിന്റെ വിശദമായ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.